പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദ വിക്രമിനെ ജയിലിൽ നിന്നും എങ്ങനെ പുറത്തിറക്കാം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ കമലാമ്മ പുറത്തുനിന്ന് അങ്ങോട്ട് കയറി വരുന്നത്. ഇത് കാണുന്ന മാഷ് ചോദിക്കുന്നുണ്ട്, കമലെ നീ എവിടെ പോയിട്ട് വരുക? അപ്പോൾ കമലാമ്മ ഒന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, അതെ അപ്പോഴത്തെ വീട്ടിലെ ആ മോൾക്ക് വെയ്യാന്ന് പറഞ്ഞപ്പോൾ അതിനെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് ഞാൻ. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് കയറി വന്നിട്ട് പറയുന്നുണ്ട്, അതിനമ്മേ ആ കുട്ടി മാസം തികഞ്ഞിരിക്കാൻ ആണ്, പക്ഷെ അത് ഡേറ്റ് ഒന്നും ആയിട്ടില്ലല്ലോ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കമലാമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലാമ്മ പറയും, അതെ ഡേറ്റ് ആയാൽ മാത്രമേ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തുള്ളൂ, അതിന് മുന്നേ പോയി കൂടാന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനി ചമ്മുന്നുണ്ട്. പിന്നീട് കമലാമ്മ ശ്രീജയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ശ്രീജയെ നീ അച്ഛന് ചായ കൊടുത്തോ? ആ ഞാൻ കൊടുത്തിരുന്നു അമ്മേ. അപ്പോൾ മാഷെ ഞാൻ ഇപ്പോഴും വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കമലാമ്മ അപ്പുറത്തേക്ക് പോവുകയാണ്. അത് കാണുന്ന വേദ പതിയെ കമലാമ്മയുടെ പിറകെ ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനിക്കൊരു ഡൗട്ട് അടിക്കുന്നുണ്ട്, എന്താ അപ്പം അമ്മയുടെ പിറകെ ഇവളിങ്ങനെ വന്നപാട് അമ്മയുടെ പിറകെ ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്തേക്ക് പോകുന്ന കമലാമ്മ പിന്നീട് അവിടെ നിന്ന് കരയുന്ന സീനാണ് കാണിക്കുന്നത്. വേദ ഒപ്പം തന്നെ ചെല്ലുന്നുണ്ട്. അമ്മേ അമ്മ കണ്ടോ? ആ മോളെ ഞാൻ കണ്ടു. എന്താണ് അവൻ്റെ കോലം? അവനെ ഇത്രമാത്രം അടിച്ചിരിക്കുന്നു. എന്തിനാ അവരിങ്ങനെയൊക്കെ അടിക്കുന്നത്? എൻ്റെ മോനെ എനിക്ക് കാണാൻ പറ്റാത്ത വിധത്തിലായിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. കമലാമ്മ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന വേദ കമലാമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അമ്മ വിഷമിക്കേണ്ട, ഇനി അവർക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വിക്രമിനെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ പിന്നെ പോലീസുകാർക്ക് അവനെ തൊടാൻ പറ്റത്തില്ല. അമ്മ വിഷമിക്കണ്ട കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. എന്നാലും മോളെ ഇത്രയും നേരമായിട്ടും ആ ശ്രീനിവാസൻ സാറ് എൻ്റെ മോനെ ഒന്ന് രക്ഷിക്കാൻ പോലും ശ്രമിച്ചില്ലല്ലോ. അതാണ് എനിക്ക് സങ്കടം. എൻ്റെ ചേട്ടനാണെന്നും പറഞ്ഞുകൊണ്ട് ശ്രീനിസാറിനെ അവൻ തലയിലേറ്റിട്ടല്ലേ നടക്കുന്നത്. എന്നിട്ടും അദ്ദേഹം എന്താ ഒന്ന് തിരിഞ്ഞു നോക്കാതിരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അതെ വിക്രമനെ അറിയാഞ്ഞിട്ടാ അയാളുടെ സ്വഭാവം. ഇപ്പോൾ ഇനി പഠിച്ചുകൊള്ളും, പക്ഷേ സമയമെടുക്കും അമ്മേ. എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല വിക്രമിന് എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട് വേദ, അമ്മ കണ്ണൊക്കെ തുടയ്ക്ക്, അച്ഛനറിയണ്ട. അമ്മ കരയുന്നത് കണ്ടാലേ അച്ഛനക്ക് ഡൗട്ട് ഇരിക്കും. അച്ഛന് മാത്രമല്ല, ആ നന്ദിനി എടുത്തിയുണ്ടല്ലോ, നന്ദിനി എടുത്തി എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി എടുക്കും, പിന്നെ അതാകെ പ്രശ്നമാവും അമ്മേ എന്നിങ്ങനെ പറയുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, മോള് പറഞ്ഞത് ശരിയാ. പിന്നെ ആ നന്ദിനിയെ ഞാൻ എങ്ങനെ ഒതുക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്നിങ്ങനെ പറയൂ കേട്ടോ. അങ്ങനെ കമലാമ്മ അപ്പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് വേദയുടെ മുത്തശ്ശി ശങ്കരനാരായണൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ ഇത് കാണുമ്പോൾ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ, എന്നോട് എന്തോ പറയാനുണ്ടല്ലോ? നിൽപ്പ് കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത്. എന്താ, എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഉണ്ട് മോനെ, നീ ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുകയല്ലേ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് വെച്ചിട്ടിരിക്കുക. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ശങ്കരനാരായൺ എഴുത്ത് നിർത്തിയിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇല്ല ഞാനിത് നിർത്തി, ഇനി അമ്മ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാമെന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ നമ്മുടെ വിക്രം ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്നല്ലേ പറയുന്നത്. ഒരാൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അവൻ്റെ ഭാര്യയ്ക്കും അവൻ്റെ അമ്മയ്ക്കുമാണ് അറിയുന്നത്. ഇപ്പോൾ വേദ പറയുന്നത് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാ. അതുപോലെ ആ കമലയും മകനെ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മളും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടടാ. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അതിനിപ്പോൾ ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത്? അല്ല മോനെ, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ അവന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കൂ. ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടേ നീ നമ്മുടെ നിയമം വിട്ടൊന്നും കളിക്കണ്ട കേട്ടോ. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു സഹായം അത്രമാത്രം നീ ഒന്ന് ചെയ്തു കൊടുക്കുമോ? നീ വക്കീലും അതിനോടൊപ്പം തന്നെ നല്ലൊരു ജഡ്ജും കൂടിയല്ലേ, അപ്പോൾ എല്ലാ നിയമവശങ്ങളും നിനക്കറിയാലോ എന്നിങ്ങനെ അമ്മ ചോദിക്കുന്നുണ്ട്. കേൾക്കുന്ന ശങ്കരനാരായണൻ ദേഷ്യത്തോടെ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് അങ്ങനെ എഴുന്നേൽക്കുക കേട്ടോ. എന്നിട്ട് അമ്മയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, അതെ അമ്മ എന്നെപ്പറ്റി എന്താ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? ഞാനൊരു പൊട്ടനാണെന്നോ? അവനെ ഞാൻ ആലോചിച്ച് ഉറപ്പിച്ച വിവാഹമൊന്നും അല്ലല്ലോ ഇത്. എന്നിട്ടും ഈ പേപ്പറിൽ അച്ചടിച്ച് വന്നിരിക്കുന്നത് ശങ്കരനാരായണൻ്റെ മരുമകൻ എന്നുള്ള ലേബലോട് കൂടിയിട്ടാണ് അച്ചടിച്ച് വന്നിരിക്കുന്നത്. എൻ്റെ മാനം മൊത്തം പോയി. എന്നിട്ട് ഇപ്പോൾ ഒരു പെണ്ണുപിടിയനെ ഞാൻ അതിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരാൻ പോകണമെന്നാണോ അമ്മ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മേ. അമ്മയാണ് അവളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് വഷളാക്കി വെച്ചിരിക്കുന്നത്. ഇനിയും സമയമൊന്നും വൈകിയിട്ടില്ല. അവളോട് അവനെ ഇട്ടെറിഞ്ഞിട്ട് ഇങ്ങ് വരാൻ പറ. എന്നിട്ട് ദർശനമായിട്ടുള്ള വിവാഹം നമുക്ക് നടത്താം. അവൻ നല്ല പയ്യനാ.
അതിനെപ്പറ്റി അമ്മ ചിന്തിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണൻ ദേഷ്യപ്പെട്ടു പോവുകയാണ്. പിന്നീട് രാത്രിയായപ്പോൾ നമ്മുടെ വേദ വിക്രമിൻ്റെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ വിക്രം ഈ ജയിലിലായിരിക്കുന്നത്? രമ്യ നല്ലവളാണോ? നല്ലവളായിരുന്നെങ്കിൽ ആ ചേച്ചി പറഞ്ഞത് അവൾ ദിവസവും മദ്യപിക്കാറുണ്ടെന്നല്ലേ? അവിടെ വേറെ ആരും തന്നെയില്ല. മദ്യപിക്കുന്നതപ്പോൾ അവൾ തന്നെ ആയിരിക്കും. ഒരു നല്ല പെൺകുട്ടി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. പിന്നെ അവൾ എപ്പോഴും അമ്മ അമ്മ എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ഒരമ്മ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുക കേട്ടോ. അവളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും തന്നെ ചോദിച്ചറിഞ്ഞതുമില്ല. ഒക്കെ തെറ്റായിപ്പോയി. എല്ലാം അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. കയ്യിൽ ഫോൺ നമ്പർ ഉണ്ടല്ലോ, അതിലേക്കൊന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേദ ഫോണിലേക്ക് വിളിച്ചു നോക്കുകയാണ്. പക്ഷേ അത് സ്വിച്ച് ഓഫ് ആയിരിക്കും. അപ്പോൾ ഇത് കാണുന്ന വേദ മനസ്സിൽ ചിന്തിക്കുകയാണ്, അപ്പോൾ ഇവൾ ചതിക്കാൻ വേണ്ടി വന്നവൾ തന്നെയാണ്. പക്ഷേ അതെന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളൂ. അത് ഞാൻ തെളിയിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഉറങ്ങാൻ കിടക്കുക കേട്ടോ. പിറ്റേന്ന് രാവിലെ തന്നെ വേദ വീട്ടിൽ നിന്നും പുറപ്പെടുകയാണ്. അവളുടെ സുഹൃത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. വേദയെ കാണുന്ന ഉടനെ തന്നെ ഫ്രണ്ട് ഓടി വരുന്നുണ്ട്. ഇപ്പോഴെങ്കിലും നിന്നെ കാണാൻ പറ്റിയല്ലോ. നീ എന്താ ഫോൺ നമ്പറിൻ്റെ വിവരങ്ങളെല്ലാം അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്പർ താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്പറെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഇതിൽ അടിച്ചു നോക്കുമ്പോൾ ഒന്നും തന്നെ കാണുന്നില്ല. രമ്യ എന്നുള്ള പേരിൽ അങ്ങനെ ഒരു ഫോൺ നമ്പർ കാണുന്നില്ല. അപ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ആളുടെ ഫോട്ടോ. ഈ ഫോട്ടോ നോക്കിയിട്ടൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്ക് എന്ന് പറയുന്നുണ്ട് വേദ. അങ്ങനെ ഫോണിൽ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ഫോണിൽ ഫോട്ടോ അങ്ങനെ ടേബിളിൽ വെച്ചിട്ട് ഫോൺ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും അതിലും അങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴും കാണുന്നില്ല. അപ്പോഴേക്കും അങ്ങോട്ട് ഒരു ഓഫീസർ കയറി വരുന്നുണ്ട്. അദ്ദേഹം ഒരു ഫയൽ ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോഴാണ് ടേബിളിലിരിക്കുന്ന ഫോട്ടോ കാണുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മാഡം ഈ പെൺകുട്ടിയെ അറിയോ? ഇതാരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മേധ പറയുന്നുണ്ട്, അത് സാറിനറിയാവോ ഈ പെൺകുട്ടി ആരാണെന്ന്? അത് ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വന്നതെന്ന് പറയാണ്. നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ നിങ്ങൾ ന്യൂസൊന്നും കാണാറില്ലേ? അപ്പോൾ എന്താണെന്ന് വേദ പിന്നീട് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതെ 2 വർഷം മുൻപ് ഈ പെൺകുട്ടി വൈറലായിരുന്നല്ലോ. എന്തിനാണെന്നറിയോ? ഒരു സ്വർണ്ണക്കടയിൽ കയറി മോഷ്ടിച്ചതിന് വേണ്ടി ഈ പെണ്ണിനെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഭയങ്കര പ്രശ്നമൊക്കെ ആയതല്ലേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. ഇത് കേൾക്കുന്ന വേദ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. വൈറലായ ആ വീഡിയോ താങ്കളുടെ കയ്യിലുണ്ടോയെന്ന് വേദ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അത് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞ് ഫോൺ എടുത്തുകൊണ്ട് വേഗം തന്നെ സെർച്ച് ചെയ്ത് വേദയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അത് രമ്യ തന്നെയാണെന്ന്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സീനും അതിലുണ്ട്. അങ്ങനെ അതിൻ്റെ ലിങ്ക് എൻ്റെ ഫോണിലേക്ക് അയച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് അദ്ദേഹം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വേദ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാധയെയാണ്. രാധയെ മൈൻഡ് ചെയ്യാതെ രാധയുടെ അമ്മ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാം എടുത്തുകൊണ്ട് വയ്ക്കുകയാണ് ഹാളിൽ. അത് കാണുന്ന രാധയ്ക്ക് ദേഷ്യം വരും കേട്ടോ. അമ്മേ, എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടില്ല, എനിക്കൊരു കോൾ വരാനുണ്ട്. ഞാനൊരു വക്കീലിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ വിളിക്കാമെന്നാണ് എന്നെ പറഞ്ഞിരിക്കുന്നത്. എനിക്കിപ്പോൾ ഭക്ഷണം വേണ്ടാന്ന് പറയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അതിന് നിന്നോടാരാ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞത്? എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഞാനിത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ രാധയ്ക്ക് ദേഷ്യം വരും കേട്ടോ. അപ്പം അമ്മേ, ഞാൻ കഴിച്ചിട്ടില്ല, ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് അമ്മയ്ക്ക് അറിയാവുന്നതാണ്. ഇത്രയും നേരമായിട്ടും ഒന്ന് കഴിക്കുമോളെ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹമെല്ലാം പോയോ? അതൊക്കെ നാടകമായിരുന്നു അമ്മേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ രാധയുടെ അമ്മ പറയുന്നുണ്ട്, അതെ, എനിക്ക് നിന്നോട് സ്നേഹമില്ല, ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. ഞാനെന്തിനാണ് നിന്നെ സ്നേഹിക്കുന്നത്? ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ല. ഇപ്പോഴും നീ അവനെന്ന് പറഞ്ഞുകൊണ്ട് ജീവനം കളഞ്ഞ് നിൽക്കുകയല്ലേ? ആ വക്കീൽ വിളിക്കുന്നതേ അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള പറയാൻ വേണ്ടിയിട്ടല്ലേ? ഞാൻ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കത്തില്ല. വിക്രം പറഞ്ഞുകൊണ്ട് പിറകേ നടക്കും. ഇപ്പോൾ അവൻ വേറൊരു പെണ്ണിനെ കയറി പിടിച്ചെന്ന് പറയുന്നു. എന്നിട്ടും നീ അവൻ്റെ പിറകെയാണ്. ഇനി അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും അവൻ്റെ പിറകെ തന്നെ പോവും. അവനാണെങ്കിലോ നിന്നെ എനിക്ക് വേണ്ടാന്നും പറയും. എന്നിട്ട് അതും കേട്ടുകൊണ്ട് നീ ഭ്രാന്തിയെ പോലെ നടക്കും. അത് കാണാനുള്ള ശേഷി എനിക്കില്ല.
എന്തായാലും നീ എൻ്റെ മകളായി പോയില്ലേ. ഞാൻ മരിക്കുന്ന സമയത്ത് എന്നെ കൊള്ളി വെക്കാൻ നീ തന്നെ വേണമല്ലോ എന്നിങ്ങനെ പറയാട്ടോ. പക്ഷെ അത് കേൾക്കുമ്പോൾ രാധയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട്. അമ്മയെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രാധയ്ക്ക് കോള് വരുന്നത്. അപ്പുറത്ത് നിന്നും വക്കീൽ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം കോൾ കട്ട് ചെയ്തതിന് ശേഷം റൂമിലേക്ക് പോവുകയാണ് രാധ. അപ്പോൾ അമ്മ പിറകെ വന്നുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, നീ അലമാരയിലിരിക്കുന്ന ബാക്കി കാശ് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പോവല്ലേ. പക്ഷേ നീ വെച്ചിട്ടുള്ള ക്യാഷ് മാത്രം എടുത്താൽ മതി. ഞാനതിൽ കുറച്ച് ക്യാഷ് വെച്ചിട്ടുണ്ട്, അത് എടുക്കേണ്ട, അത് എനിക്കുള്ളതാണ്, ചിട്ടിക്ക് കൊടുക്കാനുള്ളതാണ്, അതൊരു ഓർമ്മ നിനക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് പറയുമ്പോൾ രാധ അമ്മയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അങ്ങ് റൂമിലേക്ക് പോവാണ്.